ഇന്നത്തെ പരിപാടി ഇപ്പോൾ പോർട്ടിൽ പോവാ ട്രെയിലർ എടുക്കുക. 2 സ്ഥലത്തു നിന്ന് ലോഡ് കയറ്റാനുണ്ട്. എന്നിട്ട് കൊണ്ടുപോയി ലോഡ് ഇറക്കണം. ലോഡ് ഇറക്കേണ്ടതിൻ്റെ ടാസ്ക് വന്നിട്ടുമില്ല. കഴിഞ്ഞ ആഴ്ച വലിയ കാര്യത്തിൽ വീഡിയോ ഇടാനായിട്ട് റെക്കോർഡ് ചെയ്യലും പരിപാടികളൊക്കെ ചെയ്തു. പക്ഷേ ലാപ്പിലിട്ടൊന്ന് പണി പഠിച്ചത് അത് ഫുട്ടേജ് ഡിലേറ്റ് ആയിപ്പോയി. പാർക്കിങ്ങിലേക്ക് പോകേണ്ടത് തിരിച്ചാണ്. ബാക്കിൽ വണ്ടികളൊന്നും വരില്ല. കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ വണ്ടിക്ക് കുറേ കംപ്ലൈൻറ്റുകളും ഉണ്ടായിരുന്നു. ആഡ് ബ്ലൂ പമ്പ് ചെയ്യാണ്ട് വണ്ടി വലിയ കുറവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കിടന്ന് കറങ്ങി. കമ്പനി മാപ്പാണെങ്കിൽ വർക്ക് ചെയ്യണമില്ല. നിലവിൽ നമ്മുടെ കയ്യിൽ വാല് മാത്രമേ ഉള്ളൂ, തല മാത്രമേ ഉള്ളൂ. ട്രെയിലർ ഇനി പോയി കണക്ട് ചെയ്യണം.
ഇപ്പോൾ നെതർലാൻഡിൽ റോട്ടർഡാം ഭാഗത്തുള്ള പോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇടക്കിടക്ക് ഈ കണ്ടെയ്നറും അതുപോലെ ഈ മണൽ പോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇടക്കിടക്ക് ഈ സൈഡിൽ വെള്ളത്തിൽ കൂടെ ഉള്ള സാധനങ്ങൾ, നമ്മൾ പോണത് റോട്ടിൽ കൂടെ, ഇതേ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക്. ഈ പാർക്കിങ്ങിലാണ് കഴിഞ്ഞ 2 ദിവസം കിടന്നുകൊണ്ടിരുന്നത്. ഈ നെതർലൻഡ് ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഡബിൾ ബോട്ടിയും ഇതൊക്കെ ഇഷ്ടംപോലെ കാണാം. നെതർലൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വേറെ രാജ്യങ്ങളിൽ കയറുമ്പോൾ, അതായത് ഈ ഫ്രാൻസ് അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ കയറുമ്പോൾ ഈ ഡബിൾ 40, ഡബിൾ 20 ഒക്കെ കലാപരിപാടികളൊന്നും കാണാറില്ല. ഞാനിവിടെ യൂറോപ്പിൽ വന്ന് ജോലിക്ക് കയറിയിട്ട് ആദ്യത്തെ എൻ്റെ ഷിഫ്റ്റ്, അതായത് എനിക്ക് ട്രെയിനിങ് കിട്ടിയതും അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഷിഫ്റ്റ് 3 മാസം ജോലി ചെയ്തതും ഇവിടെ ഈ പോർട്ടിൻ്റെ ഓട്ടമായിരുന്നു. അന്ന് യൂറോഫറി എന്ന് പറഞ്ഞൊരു ട്രെയിലറിൻ്റെ എതിരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങളുടെ കമ്പനി വേറെ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യണ പോലെയാണ്, അതായത് സബ് എടുത്ത് വർക്ക് ചെയ്യണ പോലെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോർട്ടിൻ്റെ പരിപാടികളൊക്കെ അതുകൊണ്ട് എളുപ്പമായി, ഓൾറെഡി അറിയണ കാരണം. വലിയ കാര്യമായിട്ട് അറിയണമെന്നില്ല, എന്നാലും അതുകൊണ്ട് വരുന്നത് യൂറോഫറി ആ ട്രെയിലറിന് വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ട്രെയിലർ വേറെ ആളുടെയും ട്രക്ക് നമ്മുടെയാണ്, അങ്ങനെയാണ് അതിൻ്റെ പരിപാടി വരുന്നത്. ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി? ആ വലത്തെ സൈഡിൽ വെള്ള കളറിൽ കാണുന്നത് ഈ ടാങ്കല്ല, അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് അത് ഷിപ്പാണ്. അതിനകത്തൊക്കെയാണ് ട്രക്കുകൾ വരണത്. UK എന്ന് വരണതാണ് ഇങ്ങോട്ട്. ഈ കിടക്കണൊക്കെ UK പോകാൻ വേണ്ടി കിടക്കണത്, UK വന്നിട്ട് സ്റ്റോർ ചെയ്തേക്കണതൊക്കെയാവും ഈ സൈഡിൽ കിടക്കണതൊക്കെ. രണ്ടും 2 പോർട്ടാണ്.
നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകണ്ടേ, പക്ഷേ ഇങ്ങനെ ഒന്ന് നോക്കിയാലേ കാണുള്ളൂ ഇപ്പുറത്ത് വല്ലതും വരണ്ടോന്ന്. ഇതൊരെണ്ണം നമുക്ക് പോകേണ്ടത് ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ രണ്ടാമത്തെ ഗേറ്റ്. ഹെഡ് മാത്രമുള്ളൂ, അപ്പോൾ ഇവിടെ വേണോ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ. അറ്റത്തേക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് ട്രെയിലർ എടുക്കാനായിട്ട് ഇങ്ങനൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഇത് ഫില്ല് ചെയ്തിട്ട് വേണം ഇനി പോകാൻ. അപ്പോൾ ശരി, ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ലിപ്പ് കിട്ടി. ഇനിയിപ്പോൾ ഉള്ളിൽ പോയിട്ട് ട്രെയിലർ കളക്ട് ചെയ്യാം. സെക്ടർ O, അവിടെയാണ് നമ്മുടെ ട്രെയിലർ ഉള്ളത്. അവിടെ അത് ഒരു എന്താ പറയുക, സർവൈലൻസ് ബാരിക്കേഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ആ ക്യാമറ വെച്ചാണ് കാരണം എനിക്ക് ഈ ക്യാമറ വെച്ചിട്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊക്കെ തൽക്കാലം ഞാൻ ഊരി മാറ്റി വെച്ചു. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്ന് വയ്ക്കാം. ഇവിടെ ഒരു മെഷീനുണ്ട്, അതിൻ്റെ അടുത്ത് ഇതിനകത്തുള്ള QR കോഡ് കാണിക്കും. സെക്ടർ O തന്നെയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അത് 0 ആണെന്ന് അറിയില്ല. 0 ഞാനിവിടെ കണ്ടിട്ടില്ല. 1, 2, 3 തൊട്ടേ കണ്ടിട്ടുള്ളൂ. ഈ സൈഡിൽ ഏതാണ് ABCDE, അതിനകത്ത് ഓയിൽ നിന്നാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ അനുമാനിക്കുന്നു. അവിടെയാണ് തപ്പട്ടെ.
അതാ ഇവിടെ N ഉണ്ട്. MLMNO അറ്റത്താവും. നോക്കാം. നമ്മുടെ ട്രെയിലർ ഏതായിരുന്നു? ഊട്ടി 19 FJ. ഇത് എന്നാണല്ലോ എവിടെ? അത് അതിലോത്താണ് ഊട്ടിയല്ല, അത് OS ആണ്. ഇത് അതിലോത്താണ്, അതുമല്ല. ഇതാണ് അപ്പം അതിനകത്തൊരു ചുമപ്പ കളർ ട്രെയിലറാണ് നമ്മുടെ. ഇത് വീണ്ടും എന്നാണല്ലോ. ഇത് ഒന്നാണല്ലോ ഇതാണ്. ഒരു മിനിറ്റ്. ഇതാണോ എന്നൊരു ഡൗട്ടില്ലെങ്കിൽ ഇല്ല നോടെ. ഈ ട്രെയിലറാണെങ്കിൽ പഴയ ട്രെയിലറാണ്. സാധാരണ ഇവിടെ നമ്പർ എഴുതാറുണ്ട്, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ MT ട്രെയിലറാണ്. ഊട്ടി 19 FJ ഇത് തന്നെ. അപ്പോൾ ഊഹം തെറ്റില്ല. ഇതിൻ്റെ വലിക്കണ ക്ലിപ്പ് അതൊരുമാതിരി ചടങ്ങ് പിടിച്ച ക്ലിപ്പ്. അത് സുഭാഷ് ബെൽറ്റുകൾ എണ്ണം കുറവ്. 1 2 3 4 5 6 7 8 9 10 വേണ അത്യാവശ്യമുള്ളതുണ്ട്. ഇപ്പം തീരത്തെ അടിപൊളി. ഇതിൻ്റെ നടുക്കിൽ കുത്തുകാലും ഉള്ളതാണോ? എന്തുകൊണ്ടാണോ കയറ്റാൻ പോണേ? ഈ ഹോള് കണ്ട ഇതിനകത്ത് മറ്റേ എന്തായിരുന്നു പറയുക, ഇരുമ്പിൻ്റെ കോയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറ്റണ ഇതിനൊക്കെ സ്റ്റോപ്പ് ബാർ വെക്കണതാണത്. വളരെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റണേ. വേറെ ഡാമേജുകൾ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ. കുഴപ്പങ്ങളൊന്നും നിലവിൽ കാണാനില്ല. നേരത്തെ ലോക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ടായി. ഇപ്പം കയറി ആ ഡോറൊക്കെ ഞാനാണ് ഈ ഡോറടേ. അപ്പം ശരി.
ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ബമ്പർ ഇടിച്ച് കളഞ്ഞിട്ടില്ല, സൈഡിലെ ലൈറ്റ് ഉണ്ട്. ഈ സാധനം നല്ല പരിപാടി, റാമ്പിൽ കൊണ്ട് ഇടിച്ച് തീർത്തു. ബ്രേക്ക് വലിച്ചു വെക്കണം കണക്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാട്ടിന് പോകും. വീൽ ബോൾട്ടുകളുണ്ട്, ടയറിന് കുഴപ്പമില്ല. ട്രെയിലറിൻ്റെ സൈഡിൽ വേറെ ഈ ക്രാഷ് ഗാർഡ് കുഴപ്പമില്ല. പിന്നെ ട്രെയിലറിൻ്റെ തട്ടുമുട്ട് പറഞ്ഞ ഭാഗമാണ് ഈ കോർണറുകൾ, അതിന് കുഴപ്പമില്ല. പിന്നെ ഈ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ, ഇത് ഫിഫ്ത്ത് വീൽ അങ്ങനെ താഴ്ന്നു പോയിട്ട് ട്രക്ക് വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഡാമേജ് ഉണ്ടാവും. അതുപോലെ ഇതിനകത്ത് ഓറിങ് ഉണ്ടോ നോക്കണം, അതുണ്ട്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കുറേ കീറലും ഒട്ടിക്കലും പരിപാടികളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാണ്ട്. ഓഹോ, സൈഡ് ബോക്സ് ഉണ്ടല്ലോ, സാധാരണ പതിവില്ലാത്താണുള്ളത്. വല്ലതും ഉണ്ടോ? ആ, കോർണറുണ്ട്. എന്തായാലും നന്നായി. അത് വീൽ ബോൾട്ടുകളൊക്കെ ഉണ്ട്, പരിപാടികളൊക്കെ ക്ലിയറാണ്. അപ്പോൾ പിന്നെ കണക്ട് ചെയ്യാം. ഒരു പാടത്തോണ്ട് സോളാർ ഇറക്കാൻ പോയത്, അതിൻ്റെ കോലാണ് ഈ കാണുന്നത്. വർഷോപ്പിൽ പോയാലും 4 പുതിയ ടയർ കിട്ടി. അവിടെ നിന്ന് ചെടി തൽക്കാലം സ്റ്റെപ്പ് മാത്രം കഴുകി അവസാനിപ്പിച്ചു. കുറച്ച് കൂടിപ്പോയി. ഇനി നമുക്കിത് താത്താം. ലെവൽ കൺട്രോൾ കടക്കാനുള്ള ഗ്യാപ്പുണ്ട്. ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആവണില്ല. എന്തത്? പൈപ്പും കുന്ത്രാടങ്ങളൊക്കെ കണക്ട് ചെയ്യാം. പിന്നിലേക്ക് എത്തിക്കോളൂ. എത്തിക്കോളും, കയറിക്കോളും. പക്ഷെ എവിടെ എന്തോ തകരാറുണ്ടല്ലോ. ഇത് ABS, ഈ ട്രെയിലർ എനിക്ക് കിട്ടുമ്പോൾ ഇതിനകത്ത് ABSൻ്റെ വയറില്ലാണ്ടായിരുന്നു കിട്ടിയത്. എന്നിട്ട് പിന്നെ ട്രെയിലർ കണക്ട് ചെയ്ത് മാനേജർ വേറൊരു വർക്ക്ഷോപ്പ് ഇട്ട് തന്നു. അവിടെ പോയി ആ കേബിൾ പുതിയത് മേടിച്ച് അങ്ങനെ സെറ്റാക്കുക ചെയ്തത്. കറത്ത്
ഇത് ഈ ക്ലിപ്പും കൂടി ഇടണം, ഇതിവിടെ വന്ന് ലോക്കാവണം, അതാണ് അതിൻ്റെ ഒരു പരിപാടി. ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. ആ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ചിലർ ഹെഡും ട്രെയിലറും കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇതാക്കുക. പക്ഷെ ഞാൻ സേഫായിട്ട് ചെയ്യാൻ ശരിക്കും കണക്ട് ചെയ്തതിന് ശേഷമേ ഇത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. നമ്മൾ എളുപ്പമാണ് ചെയ്യാൻ പാടില്ല. ഒരു ഷിപ്പ് വന്ന് നിന്നുണ്ട്, ഇപ്പോൾ അടുത്ത ഷിപ്പ് വന്ന് നിർത്തുന്നുണ്ട്. എന്താ വെച്ചാൽ ബാക്ക് വശം പൊന്തി നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കണക്റ്റ് ആവില്ല ചില സമയത്ത്. അപ്പോൾ ലാൻഡിങ് ഗിയർ അങ്ങോട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഹെഡും ട്രെയിലറും ഒരേ ഒരു ലെവലിലേക്ക് ആവും. അപ്പോൾ കണക്റ്റിംഗ് പിന്നിന് കുഴപ്പമുണ്ടാവില്ല. എയറിലല്ല. അപ്പോൾ ട്രെയിലർ കണക്ട് ചെയ്തപ്പോൾ ട്രെയിലറിലേക്ക് എയർ മുഴുവൻ പോയിട്ടുണ്ടാവും. അത് കണക്ട് അത് പേടിക്കണ്ട, അത് ട്രെയിലർ മൊത്തത്തിലാണ് വലിച്ചുകൊണ്ട് വരുന്നത്. സംഭവം കണക്ട് ആയിട്ട് ഇനി പുറത്തിറങ്ങി പോയിട്ട് ആ പിന്ന് കറക്റ്റായിട്ട് ലോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ചുമപ്പ. ഈ കറുപ്പ സാധാരണ ആക്സിൽ ലിഫ്റ്റ് ചെയ്യുന്ന ട്രെയിലുകൾക്കാണ് അതിൻ്റെ ഇത് വരുന്നത്. പക്ഷേ നമ്മുടെ ഇതിനൊന്നും അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റണതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഡെമ്മി പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഈ റെഡാണ്. ഈ റെഡ് പുറത്തേക്ക് വലിച്ചാൽ ഹാൻഡ് ബ്രേക്ക് ഓണായി, ഉള്ളിലേക്ക് തള്ളിയ ഹാൻഡ് ബ്രേക്ക് ഓഫായി. പിന്നെ ഇത് ലെവൽ കൺട്രോൾ. ഇത് ഉള്ളിലേക്ക് തള്ളിയിട്ട് ഇങ്ങോട്ടാക്കിയ ട്രെയിലർ പൊന്തി വരും, ഇങ്ങോട്ടാക്കിയ ട്രെയിലർ താഴും. ഇത് പുറത്തേക്ക് വലിച്ചു വെച്ചാൽ അത് ഈക്വലായിട്ട്, അതായത് ട്രെയിലറിൻ്റെ ലോഡ് അനുസരിച്ച് ആ ബലൂണിൽ എയർ മാറി. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് അതിൻ്റെ കുറവ്. ഇതിനൊരു ചെറിയൊരു ഡാമേജ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം, കർട്ടൻ അഴിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ. ഇല്ല പിന്നെ അവസാനം പെട്ട് നിന്നിട്ട് കാര്യമില്ല. ഇത് തന്നെ ഫിക്സഡാണ് അവിടെ.
അതുപോലെ ട്രെയിലറിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കണം. അത് സ്ഥിരമായിട്ടുള്ള ട്രെയിലറല്ല, അത് കാരണം നമുക്കത് എവിടെയെങ്കിലുമൊക്കെ പോയി നമ്പർ എഴുതി കൊടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, ഞാൻ മറന്നു. അതിലും ഭേദം ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇത് റിലീസ് ചെയ്യാൻ പറ്റുമോ തിരിച്ചു ടൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് ഇതൊന്ന് കേബിളൊന്ന് പിടിപ്പിച്ചിട്ട് ഒന്ന് നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കണം. ട്രെയിലറിൻ്റെ നമ്പർ കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഫോണൊന്നേ. ഓ സബാഷ്, സ്ക്രീൻ കാർഡ് എടുത്ത് പൊട്ടി. സ്ക്രീൻ കാർഡ് മാത്രമായിരുന്നാൽ മതിയായിരുന്നു, ഡിസ്പ്ലേ മാറിയിട്ടുള്ളൂ. ഇത് ഇങ്ങോട്ട് വലിച്ച് കഴിഞ്ഞാൽ ബാക്കി റിലീസ് ആവുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ടൈറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അതൊന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് പോകാം. സ്ക്രീൻ കാർഡ് ബാഗിൽ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതെടുത്ത് ഒട്ടിക്കണം. എനിക്ക് ഇടയ്ക്കും കൂടെ എത്തൂലോ? ഇനി പോവാം. ലോഡിങ്ങിലേക്ക് 63 കിലോമീറ്റർ ഉണ്ടോ? ഓഹോ, പക്ഷെ മാനേജർ അയച്ച മെസ്സേജിൽ അങ്ങനെയൊന്നല്ലായിരുന്നു. ഇനി ആയിരുന്നു മെസ്സേജ്. ട്രെയിലർ എടുക്കുക, 63 കിലോമീറ്ററിലാണ് ലോഡിങ്. ഒരെണ്ണം 63 കിലോമീറ്ററിലും
പിന്നെ ഒരെണ്ണം 9 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. അങ്ങനെ കുറച്ച് നേരം വീണ്ടും ദൂരിക്കട്ടെ. ചിലപ്പോൾ അവിടുത്തെ ഗേറ്റ് നമ്മൾ കൊണ്ട് നിർത്തുമ്പോഴേക്കും വണ്ടിയുടെ നമ്പർ റീഡായിട്ട് തുറക്കും. ചിലപ്പോൾ തുറക്കില്ല, ചിലപ്പോൾ ഇത് കാണിച്ചാൽ തുറക്കും. റീഡായതാണല്ലോ തുറക്കാതെ. പറഞ്ഞു After 200 meters, turn right, then immediately turn left. അൺലോഡിങ്ങിലേക്ക് ഇവിടെ 3 കിലോമീറ്റർ. Turn right, then immediately turn left. Turn left. അങ്ങനെയാണ് വിശേഷങ്ങൾ. കുമാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കുമാറിന് ഇവിടെ നല്ല ട്രെയിലർ അതിന് CLD ലാണ്. CLD എന്ന് പറഞ്ഞാൽ വേറൊരു പോർട്ട് അതുപോലെ. ഇതിപ്പോൾ സ്റ്റെന്നാല എന്ന് പറഞ്ഞ പോർട്ട്, ഇനി അപ്പുറത്ത് CLD എന്ന് പറഞ്ഞ വേറൊരു പോർട്ട് കൂടി ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഫെറി കയറാൻ നിൽക്കണ ഒരു പോർട്ട്. ഈ ഷിപ്പിൽ കയറ്റി ട്രക്കൊക്കെ കൊണ്ടുപോകുന്ന പരിപാടിന് നമ്മുടെ നാട്ടിലെ ഫെറി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ പക്ഷെ കുറച്ച് വലിയ കപ്പലിലാണ് കുറേ ട്രക്കുകൾ ഒരുമിച്ചാണ് പോകണത്. UK വരെ പോകണമാണല്ലോ. മഴയും മഞ്ഞൊക്കെ മാറി വെയിലോടുകൂടി കുറേ മറ്റേ ബൈക്കിൽ പോണ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ പാർക്കിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ കൊണ്ട് നിർത്തുന്ന സ്ഥലമാണ് ആ പാലത്തിൻ്റെ അടിയിലൊക്കെ. മെയ്ഡ് ഇൻ ബ്രിട്ടൻ. ഈ നമ്മുടെ മുമ്പിൽ പോണ വേനൊക്കെ അത് ബ്രിട്ടനിൽ നിന്നുള്ള GB എഴുതിൻ്റെതും. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം.
After 600 meters, take the motorway. Take the motorway.